ബി.ജെ.പി മുട്ടുകുത്തിച്ച സി.ജെ.പി പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോഴിതാ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ആ സർക്കാരുള്ള ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് ജന്തർ മന്ദർ അല്ല, ഇത് ജാർഖണ്ഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് സംഭവം? ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ തെരുവുകളിൽ പ്രതിഷേധിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ലാക്ക് ഓഫ് സ്റ്റുഡൻസ് ആർ ഓൺ ദ സ്ട്രീറ്റ്സ് പ്രൊട്ടസ്റ്റിംഗ് ഓവർ അലജഡ് ഇറഗുലാരിറ്റീസ് ഇൻ എക്സാമിനേഷൻസ് ആൻഡ് ഡിമാൻഡിംഗ് അക്കൗണ്ടബിലിറ്റി ഫ്രം ദ കോൺഗ്രസ് JMM ഗവൺമെന്റ്. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ആ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ അവിടെയുണ്ടായ പേപ്പർ ലീക്കിനെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെയുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രാഹുൽ ഗാന്ധി, who frequently speaks about students and education, should also raise his voice for the students of Jharkhand. അതായത് രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേപ്പർ ലീക്കിനെ കുറിച്ചാണ്, വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ചാണ്. ആ രാഹുൽ ഗാന്ധി ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. If he has solutions for fixing the country's education system, this is the time to speak up for a state governed by its alliance എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് പ്രതികരിക്കാൻ യഥാർത്ഥത്തിലുള്ള സമയമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. Where are the activists and CJP who rushed to Delhi? Where is the outrage from the so-called neutral media എന്നുള്ളതാണ് ചോദ്യം. അതായത് ജന്തർ മന്ദറിലെ പ്രക്ഷോഭങ്ങൾ കവർ ചെയ്ത മീഡിയ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ജന്തർ മന്ദറിലെ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, മധ്യപ്രദേശിലുണ്ടായ ഇന്ന് പരിഹരിക്കപ്പെട്ട ഒരു പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം പോലും കവർ ചെയ്ത മീഡിയ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത്. CJPയുടെ അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം കല്യാണ ആലോചനകളുടെ തിരക്കിലാണ്. സൗരവ് ദാസ് ആണെങ്കിൽ പാർട്ടി ചെയ്യുന്ന തിരക്കിലാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ വലിയ രീതിയിൽ മദ്യ കുപ്പികൾ നിരത്തി പാർട്ടി ചെയ്യുന്ന തിരക്കിലാണ്. For many, government accountability seems to begin and end with the Modi government. Opposition rule state rarely receive the same scrutiny എന്നുള്ളതാണ്. അതായത് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ എല്ലാത്തിനും അക്കൗണ്ടബിലിറ്റി വേണമെന്ന് പറയുന്ന എല്ലാ ആൾക്കാരും എവിടെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. The Prime Minister has already accepted the resignation of the Union Education Minister. Now the question is, will the Jharkhand government also take responsibility and act for its students എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.